അധ്യായം 7. എന്നാൽ മതിൽ പണിതു തീർത്തു, കതകുകൾ വയ്ക്കുകയും വാതിൽ കാവൽക്കാരെയും സംഗീതക്കാരെയും ലേവ്യരെയും നിയമിക്കുകയും ചെയ്ത ശേഷം ഞാൻ എന്റെ സഹോദരനായ ഹനാനിയെയും കോട്ടയുടെ അധിപനായ ഹനന്യാവെയും യെരൂശലേമിന് അധിപതികളായി നിയമിച്ചു. ഇവൻ പലരെക്കാളും വിശ്വസ്തനും ദൈവഭക്തനും ആയിരുന്നു. ഞാൻ അവരോട്, വെയിൽ ഉറയ്ക്കുന്നതുവരെ യെരൂശലേമിന്റെ വാതിൽ തുറക്കരുത്. നിങ്ങൾ അരികെ നിൽക്കുമ്പോൾ തന്നെ കതകടച്ച് അന്താഴം ഇടിവിക്കണം. യെരൂശലേം നിവാസികളിൽ നിന്ന് കാവൽക്കാരെ നിയമിച്ച് ഓരോരുത്തനെ താന്താന്റെ കാവൽ സ്ഥലത്തും താന്താന്റെ വീട്ടിന് നേരെയുമായി നിർത്തിക്കൊള്ളണം എന്ന് പറഞ്ഞു. എന്നാൽ പട്ടണം വിശാലമായതും വലിയതും അകത്ത് ജനം കുറവുമായിരുന്നു. വീടുകൾ പണിതിരുന്നതുമില്ല. വംശാവലി പ്രകാരം എണ്ണം നോക്കേണ്ടതിന് പ്രഭുക്കന്മാരെയും പ്രമാണികളെയും ജനത്തെയും കൂട്ടിവരുത്തുവാൻ എന്റെ ദൈവം എന്റെ മനസ്സിൽ തോന്നിച്ചു. എന്നാറെ ആദ്യം മടങ്ങി വന്നവരുടെ ഒരു വംശാവലി രേഖ എനിക്ക് കണ്ടുകിട്ടി. അതിൽ എഴുതിക്കണ്ടത് എന്തെന്നാൽ, ബാബേൽ രാജാവായ നെബൂഖദ്നേസർ പിടിച്ചുകൊണ്ടുപോയ ബദ്ധന്മാരുടെ പ്രവാസത്തിൽ നിന്നും പുറപ്പെട്ടു യെരൂശലേമിലേക്കും യഹൂദായിലേക്കും താന്താന്റെ പട്ടണത്തിലേക്ക് മടങ്ങിവന്നവരായ ദേശനിവാസികൾ. ഇവർ സെരുബാബേൽ, യേശുവ, നെഹമ്യാവ്, അസരിയാവ്, രയമ്യാവ്, നഹമാനി, മൊർദെഖായി, ബിൽശാൻ, മിസ്പേരത്ത്, ബിഗ്വായി, നെഹും, ബയന എന്നിവരോടുകൂടെ മടങ്ങിവന്നു. ഇസ്രയേൽ ജനത്തിലെ പുരുഷന്മാരുടെ സംഖ്യയാവിത്. പരോഷിന്റെ മക്കൾ 2172, ശെഫത്യാവിന്റെ മക്കൾ 372, ആരഹിന്റെ മക്കൾ 652, യേശുവയുടെയും യോവാബിന്റെയും മക്കളിൽ പഹത്ത് മോവാബിന്റെ മക്കൾ 2818, ഏലാമിന്റെ മക്കൾ 1254, സധൂവിന്റെ മക്കൾ 845, സക്കായിയുടെ മക്കൾ 760, ബിന്നിവിയുടെ മക്കൾ 648, ബേബായിയുടെ മക്കൾ 628, അസ്ഗാദിന്റെ മക്കൾ 2322, അദോനിക്കാമിന്റെ മക്കൾ 667, ബിഗ്വായിയുടെ മക്കൾ 2067, ആദിന്റെ മക്കൾ 655, ഹിസ്കിയാവിന്റെ സന്തതിയായി ആതേരിന്റെ മക്കൾ 98, ഹാഷൂമിന്റെ മക്കൾ 328, ബേസായിയുടെ മക്കൾ 324, ഹാരീഫിന്റെ മക്കൾ 112, ഗിബയോന്യർ 95, ബെത്ലഹേമ്യരും നെതോഫാത്യരും കൂടെ 188, അനാഥോത്യർ 128, ബേത്ത് അസ്മാവേത്യർ 42, കിര്യത്ത് യെയാരീം, കെഫീര, ബയേരോത്ത് എന്നിവയിലെ നിവാസികൾ 743, രാമക്കാരും ഗേബക്കാരും 621, മിക്മാസ് നിവാസികൾ 122, ബേഥേൽക്കാരും ഹായിക്കാരും 123, മറ്റേ നെബോയിലെ നിവാസികൾ, മറ്റേ ഏലാമിലെ നിവാസികൾ 1254, ഹാരീമിന്റെ മക്കൾ 320, യെരീഹോ നിവാസികൾ 345, ലോദിലെയും ഹാദിദിലെയും ഉനോവിലെയും നിവാസികൾ 721, സേനയാ നിവാസികൾ 3930, പുരോഹിതന്മാർ യേശുവയുടെ ഗ്രഹത്തിലെ യെദായാവിന്റെ മക്കൾ 973, ഇമ്മേരിന്റെ മക്കൾ 1052, പശൂരിന്റെ മക്കൾ 1247, ഹാരീമിന്റെ മക്കൾ 1017, ലേവ്യർ ഹോദേവയുടെ മക്കളിൽ കദ്മിയേലിന്റെ മകനായ യേശുവയുടെ മക്കൾ 74, സംഗീതക്കാർ അസാഫ്യർ 148, വാതിൽ കാവൽക്കാർ ശല്ലുമിന്റെ മക്കൾ, ആതേരിന്റെ മക്കൾ, തൽമോന്റെ മക്കൾ, അക്കൂബിന്റെ മക്കൾ, ഹദീദയുടെ മക്കൾ, ശോബായിയുടെ മക്കൾ, ആകെ 138, ദൈവാലയദാസന്മാർ സീഹയുടെ മക്കൾ, ഹസൂഫയുടെ മക്കൾ, തബ്ബായോത്തിന്റെ മക്കൾ, കേരോസിന്റെ മക്കൾ, സീയായുടെ മക്കൾ, പാദോന്റെ മക്കൾ, ലെബാനയുടെ മക്കൾ, ഹഗാബയുടെ മക്കൾ,
സൽമായിയുടെ മക്കൾ, ഹാനാന്റെ മക്കൾ, ഗിദ്ദേലിന്റെ മക്കൾ, ഗാഹരിന്റെ മക്കൾ, രയയ്യാവിന്റെ മക്കൾ, രസീന്റെ മക്കൾ, നെക്കോദയുടെ മക്കൾ, ഗസാമിന്റെ മക്കൾ, ഉസയുടെ മക്കൾ, പാസേഹയുടെ മക്കൾ, ബേസായിയുടെ മക്കൾ, മെയൂന്യരുടെ മക്കൾ, നെഫീത്യരുടെ മക്കൾ, ബക്ബുക്കിന്റെ മക്കൾ, ഹക്കൂഫയുടെ മക്കൾ, ഹർഹൂരിന്റെ മക്കൾ, ബസ്ലീസ്റ്റിന്റെ മക്കൾ, മെഹീദയുടെ മക്കൾ, ഹർഷയുടെ മക്കൾ, ബർക്കോസിന്റെ മക്കൾ, സീസരയുടെ മക്കൾ, തേമഹിന്റെ മക്കൾ, നെസീഹയുടെ മക്കൾ, ഹതീഫയുടെ മക്കൾ, ശലമോന്റെ ദാസന്മാരുടെ മക്കൾ, സോതായിയുടെ മക്കൾ, സോഫേരത്തിന്റെ മക്കൾ, പെരീദയുടെ മക്കൾ, യാലയുടെ മക്കൾ, ദർക്കോന്റെ മക്കൾ, ഗിദേലിന്റെ മക്കൾ, ശഫത്യാവിന്റെ മക്കൾ, ഹത്തീലിന്റെ മക്കൾ, പോഖേരത്ത് സെബായിമിന്റെ മക്കൾ, ആമോന്റെ മക്കൾ, ദൈവാലയ ദാസന്മാരും ശലമോന്റെ ദാസന്മാരുടെ മക്കളും ആകെ 392. തേൽ മേലഹ്, തേൽ ഹർഷ, കെരൂബ്, അദ്ദോൻ, ഇമ്മേർ എന്നീ സ്ഥലങ്ങളിൽ നിന്ന് മടങ്ങി വന്നവർ ഇവർ തന്നെ. എങ്കിലും അവർ ഇസ്രായേല്യർ തന്നെയോ എന്ന് തങ്ങളുടെ പിതൃഭവനവും വംശോൽപത്തിയും കാണിപ്പാൻ അവർക്ക് കഴിഞ്ഞില്ല. ദെലേയാവിന്റെ മക്കൾ, തോബിയാവിന്റെ മക്കൾ, നെക്കോദയുടെ മക്കൾ ആകെ 642 പേർ. പുരോഹിതന്മാരിൽ ഹോബയുടെ മക്കൾ, ഹക്കോസിന്റെ മക്കൾ, ഗിലെയാദ്യനായ ബർസില്ലായിയുടെ പുത്രിമാരിൽ ഒരുത്തിയെ വിവാഹം കഴിച്ച് അവരുടെ പേരിൻ പ്രകാരം വിളിക്കപ്പെട്ട ബർസില്ലായിയുടെ മക്കൾ. ഇവർ വംശാവലി രേഖ അന്വേഷിച്ച് കണ്ടില്ലതാനും. അതുകൊണ്ട് അവരെ അശുദ്ധരെന്നെണ്ണി പൌരോഹിത്യത്തിൽ നിന്നും നീക്കിക്കളഞ്ഞു. ഊറീമും തുമ്മീമും ഉള്ളൊരു പുരോഹിതൻ എഴുന്നേൽക്കും വരെ അവർ അതിപരിശുദ്ധമായത് തിന്നരുതെന്നും ദേശാധിപതി അവരോട് കൽപ്പിച്ചു. സഭയാകെ 40,360 പേരായിരുന്നു. അവരുടെ ദാസീദാസന്മാരായ 7,337 പേരെ കൂടാതെ തന്നെ അവർക്ക് 245 സംഗീതക്കാരും സംഗീതക്കാരത്തികളും ഉണ്ടായിരുന്നു. 736 കുതിരയും 245 കോവർ കഴുതയും 435 ഒട്ടകവും 6,720 കഴുതയും അവർക്കുണ്ടായിരുന്നു. പിതൃഭവന തലവന്മാരിൽ ചിലർ വേലയ്ക്കായിട്ട് ദാനങ്ങൾ കൊടുത്തു. ദേശാധിപതി 1000 തങ്കക്കാശും 50 കിണ്ണങ്ങളും 530 പുരോഹിത വസ്ത്രവും ഭണ്ഡാരത്തിലേക്ക് കൊടുത്തു. പിതൃഭവന തലവന്മാരിൽ ചിലർ പണിവക ഭണ്ഡാരത്തിലേക്ക് 20,000 തങ്കക്കാശും 2,200 മാനേ വെള്ളിയും കൊടുത്തു. ശേഷമുള്ള ജനം 20,000 തങ്കക്കാശും 2,000 മാനേ വെള്ളിയും 67 പുരോഹിത വസ്ത്രവും കൊടുത്തു. അങ്ങനെ പുരോഹിതന്മാരും ലേവ്യരും വാതിൽ കാവൽക്കാരും സംഗീതക്കാരും ജനത്തിൽ ചിലരും ദൈവാലയ ദാസന്മാരും എല്ലാ ഇസ്രായേലും താന്താങ്ങളുടെ പട്ടണങ്ങളിൽ പാർത്തു.